ഇവൾ ഒറ്റയ്ക്ക് ഇത് എങ്ങോട്ടാ പോകുന്നേ? ഇതിനു മാത്രം എന്ത് രഹസ്യം ഇവൾക്കുള്ളത്? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് കനകധാര ഫിനാൻസിന്നാ. നിങ്ങൾ മര്യാദകൾ കാണിക്കരുത്. ഞാൻ തന്നത് സ്വർണം തന്നെയാ. നിർത്തണോ? അവന്റെ ഒരു സ്വർണം. സെക്യൂരിറ്റി, ഇവനെ വെളിയിൽ കൊണ്ടുപോയി കെട്ടിയിട്. ശരി സാർ. നാട്ടുകാർ കാണട്ടെ. പോലീസ് ഇപ്പൊ വരും. ഞാൻ തന്നത് സ്വർണം തന്നെയാ. അത് സ്വർണം തന്നെയാ. ഞാൻ സത്യമാ പറഞ്ഞത്. എന്നെ ഇവിടെ മിടുക്കി, മിടുമിടുക്കി. കണ്ടോ, 2 ദിവസമായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. കള്ളനെ കയ്യോടെ പിടിച്ചില്ലേ? ഇതാണ് ബുദ്ധി. ഇതുപോലെ മിടുക്കും ജാഗ്രതയും എല്ലാവർക്കും ഉണ്ടാവണം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പോലീസ് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ശരി സർ. ജോലി നടക്കട്ടെ. വന്ന പാടെ സാറിനെ കുപ്പിയിലാക്കിയല്ലേ? കാണാം. എന്താ മായ പിറുപിറുക്കുന്നേ? മായ പോയി 16ാമത്തെ ലോക്കറിൽ നിന്ന് ഗോൾഡ് എടുത്തിട്ട് വാ. ഇന്ന് വിഡ്രോവലുണ്ട്. അവള് പറയുന്നൊന്നും നീ കാര്യാക്കണ്ട. എന്തായാലും സാറിന് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനി നിന്റെ നല്ല കാലം വരാൻ പോവാ. ഇനിയും രാജീവിനോട് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ രാജീവിനറിയാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് കൂടി ഇന്ന് രാജീവിനോട് പറയണം. ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ സഹായിക്കാൻ രാജീവിന് മാത്രമേ കഴിയൂ. ഇവളിത് എങ്ങോട്ടാ ഈ ഒളിച്ചും പാത്തും പോകുന്നത്? അല്ല, ഗോകുൽ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ലല്ലോ. പിന്നെ ഇവള് ഒറ്റയ്ക്ക് ഇത് എങ്ങോട്ടാ പോകുന്നേ? അത് ശരി. അപ്പൊ ഓട്ടോയൊക്കെ പറഞ്ഞ് തയ്യാറാക്കിയിട്ട് ഇവള് പോകുന്നതല്ലേ? ഇവൾ ഒറ്റയ്ക്ക് ഇത് എങ്ങോട്ടാ പോകുന്നേ? ഇതിനു മാത്രം എന്ത് രഹസ്യം ഇവൾക്കുള്ളത്? ഞാനല്ലാതെ രാജീവിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉള്ള സത്യം പറ. ഞാനങ്ങ് ഒഴിഞ്ഞു തന്നേക്കാം. നല്ല തീരുമാനം. അപ്പോ ഞാൻ വക്കീലിനെ വിളിച്ച കാര്യം പറയാം. എന്ത് കാര്യം? ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കാൻ. ഗോകുലിനോട് ഇപ്പൊ തന്നെ ഈ കാര്യം ചോദിച്ചിട്ടേ ഉള്ളൂ. ഇവൾ എവിടേക്കാ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് അവനും കൂടി ഒന്ന് അറിയട്ടെ.
ഈശ്വര രാജീവേട്ടൻ. അവളുടെ പിന്നാലെ ഇയാൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെയല്ല, എന്തോ ഉണ്ട്. അയ്യോ ദൈവമേ, ഒളിച്ചോടുന്ന കാര്യം വരെ അവർ തമ്മിൽ പറഞ്ഞെന്നാണല്ലോ രാജീവേട്ടൻ പറഞ്ഞത്. ആദ്യം ഇതിന്റെ സത്യം എന്താണെന്ന് അറിയട്ടെ. രണ്ടുപേരും കൂടി എന്നെ ചതിക്കാനുള്ള ഭാവമാണെങ്കിൽ ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. രണ്ടിനെ ഞാൻ കൈയോടെ പൊക്കും. എന്താ സാർ വിളിപ്പിച്ചത്? കൊച്ചിനൊന്ന് അഭിനന്ദിക്കാൻ വിളിച്ചതാ. അത് നേരത്തെ പുറത്തു വെച്ച് അഭിനന്ദിച്ചല്ലോ. അതുപോലെ അല്ലിത്. അല്ലേ ഗീതാമേ? ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ സാറിന് വലിയ ഇഷ്ടാ. അവർക്ക് സാർ എന്തും കൊടുക്കും. ദാണ്ടേ ഗീതാമ്മയ്ക്ക് കാര്യം അറിയാം. കൺഗ്രാറ്റുലേഷൻസ്. കൊച്ചിന്നൊരു വലിയ കാര്യമാണ് ചെയ്തത്. ആ കള്ളൻ നമ്മളെ പറ്റിച്ചിട്ട് പോയിരുന്നെങ്കിൽ എത്ര രൂപ നമുക്ക് നഷ്ടം വരുമായിരുന്നു. അതിൽ നിന്ന് രക്ഷിച്ചത് കൊച്ചാ. ഈ വള മുക്കുമണ്ടോ അല്ലേ? എന്റെ സാറേ, അതൊരു പാവം കൊച്ചാ. അതിന്റെ വീട്ടിലെ സ്ഥിതി വളരെ കഷ്ടത്തിലാ. സാരമില്ല, നമുക്കിത് സ്വർണ്ണവളയാക്കാം. ഈ കയ്യിൽ സ്വർണ്ണവളകൾ കിടക്കുന്നതാ ഒരു ഭംഗി. പണയത്തിലിരിക്കുന്ന ചില നല്ല വളകൾ ചിലർക്ക് എടുക്കാൻ പറ്റാതെ വരും. അതിലൊരു 4 ഞാൻ കൊച്ചിന് തരാം. ശമ്പളത്തിന് ഞാൻ കുറച്ച് പിടിച്ചോളാം. അതൊന്നും വേണ്ട സാർ. ആ, എപ്പോ എന്ത് സഹായം വേണമെങ്കിലും കൊച്ചിന് എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, എന്നോട് ചോദിക്കാൻ മടിയാണെങ്കിൽ ഗീതമ്മയോട് പറഞ്ഞാൽ മതി. ഗീതമ്മേ, ഈ കൊച്ചു ചോദിക്കുന്നത് എന്താണെങ്കിലും അങ്ങ് കൊടുത്തേക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ സാർ. ശരി ശരി, ജോലി നടക്കട്ടെ. ആ